സാമ്പാർ തന്നെ കഴിച്ചത്. ആ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാൻ ആദ്യം തന്നെ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ആപ്പ് സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാവുന്നത്. അപ്പോൾ അത് കളിക്കുന്ന കുറേ ആൾക്കാരൊക്കെ കാണും. അവർക്കൊന്നും ചിലർക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ചാൻസ് കുറവാണ്. അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് അങ്ങ് പൊക്കോ, ഒരു കുഴപ്പമില്ല. കാരണം കളിക്കേണ്ടവരെന്തായാലും കളിക്കും, നമ്മൾ എത്ര ഉപദേശിച്ചാലും കാര്യമൊന്നും. ഇത് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ രംഗത്ത് വരുന്നുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ ഈ യൂട്യൂബേഴ്സാണ്. നമ്മുടെ മല്ലു ഫാമിലി, വയനാട് വ്ളോഗ്, സഞ്ജു ടെക്കി, അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ ഈ ആപ്പ് പ്രൊമോട്ട് ചെയ്ത് വരുന്നുണ്ട്. നമ്മുടെ DJ മച്ചാന, അങ്ങനെ കുറേ ആൾക്കാർ. ഓക്കെ, ഇപ്പോൾ കൂടുതലും ഈ 1 വെച്ചാൽ 10, 10 വെച്ചാൽ 6 എന്നൊക്കെ പറഞ്ഞുള്ള പണ്ടത്തെ രീതിയിലെ പുതിയൊരു വെർഷനാണ് ഈ ആപ്പ് എന്ന് പറഞ്ഞ സംഭവം. കൂടുതലും ആൾക്കാർ അതിൽ ചെന്ന് വീഴും അത് ചെയ്യുന്നത്. ഒരുപാട് രൂപ നഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. അന്ന് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് നാൾക്ക് മുമ്പ്. അപ്പോൾ എൻ്റെ പുറകെ ഒരു പയ്യനുണ്ടായിരുന്നു. അവൻ്റെ അനുഭവങ്ങളും കാര്യങ്ങളും അവൻ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തായാലും നമ്മുടെ ബിഗ് ബോസ് താരം പൂജയുടെ ഒരു കാര്യം കാണാനിടയായിട്ടുണ്ടായിരുന്നു. കുറച്ച് ദിവസം മുമ്പ് കണ്ടതാണത്. ഞാൻ എന്തായാലും നിങ്ങൾക്കൊന്ന് വെച്ചുതരാം, നിങ്ങളൊന്ന് കണ്ടു നോക്ക്. സാമ്പാർ തന്നെ കഴിച്ചത്. ആ ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ നീ ഓർഡർ ചെയ്ത് കൂട്ടണേ. ഞാൻ പറഞ്ഞിട്ടില്ല കാശ് ഇങ്ങനെ ചെലവാക്കരുത്. നിനക്ക് തലയ്ക്കുള്ള ഓളണ്ടാ? അതെ, എനിക്ക് തല്ലൂടാൻ വയ്യ. നീ എന്താ വിചാരിച്ചു ഇതൊക്കെ നമ്മുടെ സേവിങ്സ് എന്നാണോ, ഞാൻ മേടിച്ചതെന്നാണോ? എടാ അല്ല, കുറച്ച് ഓവറല്ലേ ഗൈസ്? എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. കുറച്ച് നാളുകൊണ്ട് ഇവരുടെ വീഡിയോസ് കാണുമ്പോഴൊക്കെ എനിക്ക് ഓവറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ബിഗ് ബോസ് സമയത്ത് വന്ന് ആ ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ നല്ല പൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തതാണ്. പിന്നെ അങ്ങോട്ട് വെറുപ്പീരായിരുന്നു പല കാര്യത്തിലാണെങ്കിലും. പല കാര്യങ്ങൾ അറിയുമ്പോഴാണെങ്കിലും, ചില ഇൻ്റർവ്യൂസ് ആണെങ്കിലും പോട്ടെ. ഓക്കെ, അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ, നമ്മൾ അതിലോട്ടൊന്നും ഇടപെടാനൊന്നും വരുന്നില്ല. ഇത് കണ്ട് കുറേ ആൾക്കാർ അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർക്കാണ് പണി കിട്ടാൻ പോകുന്നത് സത്യം പറഞ്ഞാൽ. പ്രത്യേകിച്ച് ഈ ഫെയിമിലൊക്കെ നിൽക്കുന്നവർ ഇതിനെക്കുറിച്ചൊക്കെ പറയുവാണെങ്കിൽ ഇവർക്ക് അത്യാവശ്യം 3, 4, 5 ലക്ഷം ഫോളോവേഴ്സൊക്കെ ഉള്ളവരാണ്. ഓക്കെ, എന്തായാലും ബാക്കിയും കൂടെ. ബുക്ക് 768 എന്ന് പറയുന്ന ഒരു തേർഡ് പാർട്ടി ഗെയിമാണ്. എല്ലാവർക്കും ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 100 രൂപയിൽ നിന്ന് തന്നെ ബിഡ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾ ആദ്യം തന്നെ എൻ്റെ ബയോയിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് വഴി ഗെയിം ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പൊ നിങ്ങൾക്ക് കാണാം എൻ്റെ അക്കൗണ്ടിൽ ഓൾറെഡി 46. അത്രയുള്ളൂ, സിമ്പിൾ ആണ്. ഹോട്ട് വീൽസാ? അതെ, ആവശ്യമുള്ള സാധനങ്ങളല്ലേ ഇതേപോലെ ഓർഡർ ചെയ്യണം. ഇതെടുത്തൊക്കെ സഹായിച്ച ഓക്കെ, നിങ്ങളപ്പോൾ പ്രൊമോഷൻ വീഡിയോസൊക്കെ കണ്ടല്ലോ. അതുപോലെ കളിച്ചാൽ എല്ലാം കിട്ടും എന്നുള്ള രീതിയിലാണ് ചേച്ചി പറയുന്നത്. ഓക്കെ, ഞാനിത് പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയപ്പോൾ ഈ ഗെയിം അതിനകത്ത് അലൗഡായിട്ട് കാണുന്നില്ല. എനിക്ക് തോന്നി ഇവരുടെ ലിങ്കിൽ തന്നെ കയറിയിട്ട് ആ വഴി കോഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുമ്പോഴായിരിക്കും ഈ ഗെയിം കിട്ടുന്ന. സത്യത്തില ഇത് കിട്ടി, ഇത് കളിച്ചു കഴിഞ്ഞിട്ട് ഇതിൻ്റെ പൈസ പോയാൽ ആര് സമാധാനം പറയും? ഈ കളിക്കുന്നവരുടെ അല്ലേ പോകുന്നേ. ഇവർക്കാർക്കും കുഴപ്പമില്ല. ഇവർക്കിങ്ങനെ വന്നിട്ട് ഗെയിമിൻ്റെ പ്രൊമോഷനും കാര്യങ്ങളും ചെയ്ത് അവർക്ക് ഒരു എമൗണ്ട് കിട്ടും. അത് തന്നെ അവരൊരു 3-4 വട്ടം ചെയ്യും. എത്തേണ്ടടുത്ത് ഇത് എത്തിയില്ലെങ്കിൽ, അതായത് ജനങ്ങളുടെ കയ്യിലോട്ട് ഈ വീഡിയോസും കാര്യങ്ങളും എത്തിയില്ലെങ്കിൽ അവർ പിന്നെ ഈ വീഡിയോ ചെയ്യും. ഇത് ചെയ്യുമ്പോൾ ആർക്കും അവിടെ നഷ്ടം ഉണ്ടാകുന്നത്. ഇത് കണ്ടിട്ട് ഇവരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്ത് കൊടുക്കും? ഇത് കയറും, ഗെയിം കളിക്കും. ഗെയിം കളിച്ച് പിന്നെ ടെലിഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, അവിടെ ഇവിടെ എല്ലാം കയറി ഇറങ്ങി അവസാനം ഉള്ള പൈസ പോകുന്നത് ആർക്കാണ്? നിങ്ങളുടെയൊക്കെ തന്നെ പൈസ പോകുന്നത്. അതുകൊണ്ട് ഇപ്പോഴും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുപോലുള്ള പ്രൊമോഷൻ ആപ്പുകളിലോട്ട് ചെന്ന് ചാടാതിരിക്കുക. ഓക്കെ, ഞാനിപ്പോൾ പൂജയും കുറ്റം പറയുന്നില്ല. കാരണം അവർ അഭിനയിച്ചങ്ങ് തീർക്കുകയാണ്. കാരണം അവർക്ക് കിട്ടിയ എമൗണ്ടിന് ജോലി എടുത്തു കഴിഞ്ഞിട്ട് അവർ ഈ വീഡിയോസൊക്കെ എന്തെടുക്കുക, അവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ അവർ ഓക്കെ പറയുമ്പോൾ അവരത് അപ്ലോഡ് ചെയ്യുക. അതാണ് സത്യത്തിൽ നടക്കുന്നത്. പക്ഷേ ഇത് കാണുന്നവരൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് എന്താ പറയണ്ടേ, പോസിറ്റീവായിട്ട് തോന്നുന്നവരുണ്ട്, ചിലവർക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നവരുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായം. ഇതൊക്കെ എനിക്ക് ഭയങ്കര ഓവറായിട്ട് കേട്ടോ. നിങ്ങൾ ആ പേസ്പോർട്ട് എടുത്ത് കൊണ്ടുപോകുന്ന കാണുമ്പോൾ തന്നെ അറിയാം, അതിനകത്തൊന്നുമില്ല സത്യത്തിൽ. ഇതൊക്കെ കാണുമ്പോൾ ചില വീട്ടമ്മമാരൊക്കെ അങ്ങ് ഭയങ്കരമായിട്ട് ഇത് തോന്നും, അവർക്ക് ഭയങ്കര ആരാധനയും കാര്യങ്ങളൊക്കെ തോന്നിയിട്ട് അവരെന്തെടുക്കും, ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഓക്കെ 500 ഇട്ടിട്ട് 3 ഇരട്ടിയാക്കുക, 1500 കിട്ടുമ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇന്ന പ്ലാനിങ് ഒക്കെ നടക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കളിക്കാൻ നോക്കും. അത് ആദ്യം കിട്ടും. ആദ്യം എന്തൊക്കെ പറഞ്ഞാലും കിട്ടും. 10 വെച്ചാൽ 20 അല്ലെങ്കിൽ 30 കിട്ടും. അപ്പോൾ 1000 വെക്കാൻ തോന്നും, അല്ലെങ്കിൽ 1 ലക്ഷം വെക്കാൻ നോക്കും. അവസാനം നിങ്ങൾക്ക് തന്നെയുള്ള നഷ്ടങ്ങൾ. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഇതിനു വേണ്ടി ഇറങ്ങിയിരിപ്പുണ്ട്. അതുകൊണ്ട് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്കിപ്പ് ചെയ്ത് പോകും. അത് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നത്. അപ്പോൾ ഒരാളെങ്കിൽ ഒരാൾ തിരുത്തിയാൽ നല്ലത്. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്ബൊക്കെ ചെയ്യുക. ബൈ, ലവ് യു ഓൾ.